Hi students, welcome to the lecture. Today we are dealing with Paris Agreement. So let's move on. What is Paris Agreement? It is a multilateral agreement within the United Nations Framework Convention on Climate Change signed to reduce, mitigate greenhouse gas emissions. ഗ്രീൻഹൗസ് ഗ്യാസ് എമിഷൻസിനെ റെഡ്യൂസ് ചെയ്യുന്നതിനും മീറ്റിഗേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൽ ഉണ്ടാക്കിയ ഒരു മൾട്ടിലാറ്ററൽ എഗ്രിമെന്റ് ആണ് പാരീസ് എഗ്രിമെന്റ്. നമ്മൾ സ്റ്റോക്ക്ഹോം കൺവെൻഷനും പഠിച്ചു. സ്റ്റോക്ക്ഹോം കൺവെൻഷനിലും നമ്മൾ നോക്കുന്നുണ്ട് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അവിടെ നമ്മൾ ഹ്യൂമൻ ആൻഡ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആണ് നോക്കുന്നത്. പക്ഷെ പാരീസ് അഗ്രിമെന്റിൽ നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ആണ് നോക്കുന്നത്. ആൻഡ് വെൻ വാസ് പാരീസ് അഗ്രിമെന്റ് സൈൻഡ്? ഇറ്റ് ഈസ് സൈൻഡ് ഓൺ 22nd April 2016. പക്ഷേ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ എന്നായിരുന്നു നമ്മൾ എൻഫോഴ്സ് ചെയ്തത്? 2004 അത് എൻഫോഴ്സ് ചെയ്തിരിക്കുന്നത്. Okay. Then how many countries signed the Paris Agreement? Currently 195 United Nations Framework Convention on Climate Change members have signed it. However, US President Donald Trump has announced his intention to withdraw from the agreement by November 2020. See here. എത്ര കൺട്രീസ് ആണ് പാരീസ് എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്? 195 മെമ്പേഴ്സ് പാരീസ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് നവംബർ 2020 ഈ ഒരു പാരീസ് എഗ്രിമെന്റിൽ നിന്ന് വിഡ്രോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പാരീസ് എഗ്രിമെന്റിന്റെ പ്രധാനമായിട്ടുള്ള ഗോൾസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. To curtail the rise of global temperature with century below 2 degrees Celsius above the pre-industry levels, and also pursue efforts to limit the increase to 1.5 degree Celsius. അതായത് നമ്മുടെ ഗ്ലോബൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് 2 ഡിഗ്രി സെൽഷ്യസിലോട്ടേക്ക് അല്ലെങ്കിൽ 2 ഡിഗ്രി സെൽഷ്യസിന്റെ താഴോട്ടേക്ക് കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് we are having efforts to limit the increase up to 1.5 degree Celsius. Then develop mechanisms to help and support countries that are very vulnerable to adverse impacts of climate change. അതായത് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ആയിരിക്കുന്ന കൺട്രീസിൽ ഹെൽപ്പ് ചെയ്യാനും അവരെ സപ്പോർട്ട് ചെയ്യാനുമായിട്ടുള്ള മെക്കാനിസംസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. An example would be the countries like Maldives facing threat to rising sea level. Sea level മാലദ്വീപ്സിൽ വളരെയധികം റൈസ് ചെയ്യുന്നുണ്ട്. സോ അതൊരു എന്താ പറയുക ക്ലൈമാറ്റിക് ഇമ്പാക്റ്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനുമായിട്ട് ഒരുപാട് മെക്കാനിസംസ് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. സോ അതിനു വേണ്ടിയിട്ട് കൂടിയാണ് പാരീസ് അഗ്രിമെന്റ് വരുന്നത്. ആൻഡ് ഇറ്റ് കൺഫേംസ് ദ ഒബ്ലിഗേഷൻ ദാറ്റ് developed countries have towards developing countries by providing them financial and technological support. അതായത് ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്പിംഗ് കൺട്രീസിൽ ഈ ഒരു ഗോള് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അതുപോലെ തന്നെ ടെക്നോളജിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ, ദ എഗ്രിമെന്റ് ടോക്സ് അബൌട്ട് 2020 ടാർഗറ്റ്സ്, ദാറ്റ് ഇസ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസിന്റെ റിഡക്ഷൻസ് ബൈ 20%. കാർബൺ ഡൈ ഓക്സൈഡ് എമിഷന്റെ റിഡക്ഷൻ 20% ആക്കണമെന്നുള്ളതാണ് ഇവരുടെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ പാരീസ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് എ മൾട്ടിലാറ്ററൽ അഗ്രിമെന്റ് വിത്ത് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. പ്രധാനമായിട്ടുള്ള ഉദ്ദേശം ടു റെഡ്യൂസ് ആൻഡ് മിറ്റിഗേറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ, signed on 22nd April 2016, and it is currently having 195 members signed to it, but US President Donald Trump is going to withdraw from this Paris Agreement by November 2020. And the main goal of this Paris Agreement to reduce the temperature below 2 degrees Celsius, that is keeping a limit up to 1.5 degrees Celsius, and there should be developed mechanisms to help and support the countries which are vulnerable to the adverse impacts of climate change. And the third one is to confirm the obligation that developed countries have towards the developing countries by providing them financial and technological support. And this agreement talks about carbon dioxide reduction by 20%. Okay, then
We are moving on. Then, what is nationally determined contributions? It means that contributions that needed to be done by each country to achieve the overall global goal. അതായത് ഓവറോൾ ഗ്ലോബൽ ഗോൾ ആണ് ടെമ്പറേച്ചർ കുറയ്ക്കുക, ഡെവലപ്ഡ് മെക്കാനിസംസ് കൊണ്ടുവരിക, അങ്ങനെ ഒരുപാട് ഗോൾസ് ഉണ്ട് നമുക്ക്. സോ ഓരോ കൺട്രീസും അവരുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻസ് ഈ ഒരു പെർട്ടിക്കുലർ എഗ്രിമെന്റിലേക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഈ ഗ്ലോബൽ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, ദെൻ the contribution needed to be reported every 5 years to United Nations Framework Convention on Climate Change. അതായത് ഇവർ ഈ കോൺട്രിബ്യൂഷൻസ് നൽകിയിരിക്കുന്നത് എല്ലാ 5 വർഷം കൂടുമ്പോഴും യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. ആൻഡ് ദ കോൺട്രിബ്യൂഷൻസ് ആർ നോട്ട് ലീഗലി ബൈൻഡിങ്. ഈ കോൺട്രിബ്യൂഷൻസ് ഒന്നും ലീഗലി ബൈൻഡ് ചെയ്യുന്ന കാര്യമല്ല. Then the goal is to make sure that all countries have access to technical expertise and financial capability to meet the climate challenges. അതായത് ക്ലൈമറ്റ് ചലഞ്ചസിനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ അസിസ്റ്റൻസും ഫിനാൻഷ്യൽ അസിസ്റ്റൻസും ഉണ്ടായിരിക്കണം എല്ലാ കൺട്രീസിനും എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യമാണ്. അതായത് എല്ലാ കൺട്രീസിനും അവരുടേതായിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ എയ്ഡും ടെക്നോളജിക്കൽ കേപ്പബിലിറ്റിയും ഉണ്ടായിരിക്കണം. Then, the major difference between Kyoto Protocol and Paris Agreement. പാരീസ് എഗ്രിമെന്റും ക്യോട്ടോ പ്രോട്ടോക്കോളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? In Paris Agreement, there is no difference between developing and developed countries. ഓക്കെ, നോക്ക്, പാരീസ് എഗ്രിമെന്റിലാണ് ഡെവലപ്പിംഗ് കൺട്രീസും ഡെവലപ്ഡ് കൺട്രീസും തമ്മിൽ ഡിഫറൻസ് ഇല്ലാത്തത്. ഓക്കെ, ഡെവലപ്പിംഗ് കൺട്രീസും ഡെവലപ്ഡ് കൺട്രീസും തമ്മിൽ ഡിഫറൻസ് ഇല്ല പാരീസ് എഗ്രിമെന്റിൽ. ഇൻ ക്യോട്ടോ പ്രോട്ടോകോൾ there was a differentiation between developed and developing countries by clubbing them as Annex countries and non-Annex 1 countries. നോക്ക്, പാരീസ് എഗ്രിമെന്റിൽ കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസും തമ്മിൽ ഡിഫറൻസ് ഇല്ല. പക്ഷേ ക്യോട്ടോ പ്രോട്ടോകോളിൽ ഈ ഡിഫറൻസ് ഉണ്ട്. ഡെവലപ്ഡ് കൺട്രീസിനെയും ഡെവലപ്പിംഗ് കൺട്രീസിനെയും തമ്മിൽ ക്ലബ് ചെയ്തിരിക്കുന്നത് അനക്സ് 1 ആൻഡ് നോൺ അനക്സ് 1 കൺട്രീസ് എന്ന് പറഞ്ഞ് ക്യോട്ടോ പ്രോട്ടോകോളിൽ ഡെവലപ്ഡ് കൺട്രീസിനെയും ഡെവലപ്പിംഗ് കൺട്രീസിനെയും തമ്മിൽ തിരിച്ചിട്ടുണ്ട്. ഓക്കെ, മേക്ക് ഷുവർ ദിസ് ഡിഫറൻസിയേഷൻ ഈസ് ക്വൈറ്റ് ക്ലിയർ ടു യു. ദെൻ ലെറ്റ്സ് മൂവ് ഓൺ. International transfer of mitigation outcomes. As per Paris Agreement, parties have the right to include the reduction of emissions in any other country as their nationally determined contributions as per the system of carbon trading and accounting. കാർബൺ ട്രേഡിംഗ് അക്കൗണ്ടിങ് യൂസ് ചെയ്തിട്ട്, കാർബൺ ട്രേഡിങ്ങും അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങും യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഓരോ കൺട്രീസിനും മറ്റൊരു കൺട്രിയിലെ റിഡക്ഷൻ എമിഷൻസ് അവരുടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഓരോ കൺട്രിക്കും കാർബൺ ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിന്റെ കാർബൺ ക്രെഡിറ്റ് ആയിരിക്കില്ല ഡെവലപ്ഡ് കൺട്രീസിന് കൊടുത്തിരിക്കുന്നത്. സോ പക്ഷേ ഡെവലപ്ഡ് കൺട്രീസിന് ഈവൻ മോർ കാർബൺ എമിഷൻ ഫെസിലിറ്റി ആവശ്യമുണ്ടെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്ന് അത് അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും ബൈ പ്രൊവൈഡിങ് ദ ഫിനാൻഷ്യൽ ഓർ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. അങ്ങനെ നൽകുന്നത് വഴി ഒരു ട്രേഡ് അവിടെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ആ കാർബൺ എമിഷൻസ് ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ഇതിലും രേഖപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, then financial support pledged during Paris 2015 agreement. 2015 പാരീസ് എഗ്രിമെന്റിലെ ഫിനാൻഷ്യൽ സപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. We can see that developed countries have committed $100 billion a year. അതായത് അപ്പം US പോലെയുള്ള കൺട്രീസ് ഒക്കെ ആണെങ്കിൽ അവർ ഡെവലപ്ഡ് കൺട്രീസ് ആണ് ആൻഡ് ദേ ഷുഡ് ഹാവ് ടു കമ്മിറ്റ് ഓൾമോസ്റ്റ് $100 billion a year. ഒരു വർഷം $100 billion ഇവര് പാരീസ് അഗ്രിമെന്റിന് വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യണം. ഫിനാൻസ് വുഡ് ബി ബാലൻസ്ഡ് ബിറ്റ്വീൻ മിറ്റിഗേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ. മിറ്റിഗേഷന്റെയും അഡാപ്റ്റേഷനെ ബേസ് ചെയ്തിട്ട് ഈ ഫിനാൻസ് ബാലൻസ്ഡ് ആണ്. Then G7 countries announced the $420 million for climate risk insurance and the launching of climate risk and early warning systems initiative. അതായത് G7 countries
announced the $420 million. G7 countries climate risk insurance ആയിട്ട് $420 million അതേപോലെ തന്നെ climate risk and early warning system initiatives-നും കൂടി കൂട്ടി. G7 countries climate risk insurance-നും climate risk and early warning system initiative-നും കൂടി കൂട്ടി $420 million സപ്ലൈ ചെയ്യാമെന്ന് സമ്മതിച്ചു. Then $3 billion commitment for Green Climate Fund. Green Climate Fund-ന് വേണ്ടിയിട്ട് $3 billion കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സോ ഫിനാൻഷ്യൽ സപ്പോർട്ടിൽ ഇവര് എല്ലാ ഡെവലപ്ഡ് കൺട്രീസും $100 billion per year and finance would be balanced between adaptation and mitigation. G7 countries $420 million for both climate risk insurance and climate risk and early warning systems initiative and $3 billion commitment for Green Climate Fund. Okay. Then what is Article 6 of Paris Agreement? Paris Agreement ile Article 6 എന്താണ്? It helps governments to establish and implement nationally determined contributions. Nationally determined contributions establish ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഹെൽപ്പാണ് ഗവൺമെന്റ് ചെയ്യുന്നതാണ് ഈ ആർട്ടിക്കിൾ 6 ഫസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. Okay, nationally determined contributions establish ചെയ്യാൻ വേണ്ടിയിട്ട്. Then second one, it help establish a global price of carbon. Carbon ഒരു global price ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിക്കിൾ 6 ഓഫ് പാരീസ് അഗ്രിമെന്റ് യൂസ് ചെയ്യുന്നു. അതുപോലെ NDC ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. Then the use of establishing a global price for carbon is that if countries exceed their nationally determined contributions, those countries will have to bear the cost of global warming. നോക്ക്, NDC-യിൽ അവർ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അവർ ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻസിനേക്കാൾ കൂടുതൽ കാർബൺ അവർ എമിറ്റ് ചെയ്താൽ അത് ഏത് കൺട്രി ആണെങ്കിലും ഗ്ലോബൽ വാർമിങ്ങിന്റെ കോസ്റ്റ് അവര് ബിയർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ മെയിൻ ആയിട്ട് ആർട്ടിക്കിൾ 6 ഓഫ് പാരീസ് അഗ്രിമെന്റിന്റെ അകത്ത് എന്തൊക്കെയാ പറയുന്നത്? നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ ഗ്ലോബൽ പ്രൈസ് ഓഫ് കാർബൺ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്, അത് മാത്രമല്ല NDC-യുടെ എമൗണ്ട് അവർ ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു എമൗണ്ടിനേക്കാൾ എക്സീഡ് ചെയ്ത് കാർബൺ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് കൺട്രി ഷുഡ് ബെയർ ദ കോസ്റ്റ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. Then what is India's stand at Conference of Parties 21? India put out a statement that we needed to grow rapidly to meet aspiration of 1.25 billion population, and out of this 300 million people are without the access to energy. India COP 21 പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നമ്മൾ ഇനി താഴോട്ട് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യ പറയുന്നുണ്ട് നമ്മുടെ ഗ്രോയിങ് പോപ്പുലേഷൻ വളരെ സ്പീഡിലാണ് വളരുന്നത്. അപ്പോൾ ടു മീറ്റ് ദ ആസ്പിറേഷൻ ഓഫ് 1.25 billion population in which 300 million people are without the access to energy. എനർജി ആക്സസ് ഇല്ലാത്ത 300 മില്യൺ ജനങ്ങൾ ഇന്നുമുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, സോ നമ്മൾ റാപ്പിഡ് ആയിട്ട് ഗ്രോ ചെയ്യണമെങ്കിൽ എനർജി സപ്ലൈ അത്യാവശ്യമാണ് എന്നുള്ള കാര്യവും അതിനകത്ത് തന്നെ സൂചിപ്പിക്കുന്നു. Then yet, despite the growing demands, India has pledged to reduce the emission intensity per unit GDP by 33 to 35% of 2005 levels. India pledge ചെയ്ത മറ്റൊരു കാര്യം to reduce the emissions എത്ര വരെയാണ്? per unit GDP by 33 to 35%. 33 to 35% ആയിട്ട് റിഡക്ഷൻ കുറയ്ക്കാം, എമിഷൻസ് കുറയ്ക്കാം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് എയിമിംഗ് ടു റീച്ച് 40% ഓഫ് ദ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഫ്രം നോൺ ഫോസിൽ ഫ്യൂവൽസ്. നോൺ ഫോസിൽ ഫ്യൂവൽസിൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി 40% ആക്കാനായിട്ട് ശ്രമിക്കുന്നു. ആൻഡ് ടാർഗറ്റിംഗ് 175 gigawatt for renewable energy generation by 2022. 2022 175 gigawatt renewable energy generation target ചെയ്തിട്ടുണ്ട്. And planning to enlarge forest cover to absorb 2.5 billion tons worth of carbon dioxide. Okay, 2.5 billion worth of carbon dioxide നെ അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോറസ്റ്റ് കവർ എൻലാർജ് ചെയ്യാനായിട്ട്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യ നോക്കുന്നത്? നമ്മുടെ റാപ്പിഡ് ഗ്രോത്തിന് വേണ്ടിയിട്ട്, അതുപോലെ എമിഷൻസ് 30 to 35% ആയിട്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, നോൺ ഫോസിൽസിൽ നിന്ന്
40% കപ്പാസിറ്റി ഇൻസ്റ്റാൾ ചെയ്യാൻ, അതുപോലെ തന്നെ എനർജി ജനറേഷൻ, ഏത് എനർജിയാണ്, റിന്യൂവബിൾ എനർജി ജനറേഷൻ 175 GW ആയിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഫോറസ്റ്റ് കവർ 2.5 ബില്യൺ ടൺസ് ആയിട്ട് ഇൻക്രീസ്, 2.5 ബില്യൺ ടൺസ് കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുന്ന രീതിയിലേക്ക് ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ എൻലാർജ് ചെയ്യുവാനായിട്ടും ഇന്ത്യ അറ്റ് COP21 തീരുമാനിച്ചിട്ടുണ്ട്. I hope you are clear. Thank you so much. If you have any doubt, please kindly comment, and if you have any suggestions, let me know. Thank you so much and God bless.